തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബാങ്കിങ്ങിൻ്റെ 11ാമത് ക്ലാസ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ഏതെല്ലാമാണെന്നാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഈ 2 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെക്ക്. സെക്ഷൻ 6 അനുസരിച്ച്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 6 അനുസരിച്ച് പറയുന്നതാണ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 6 of Negotiable Instruments Act 1881, a check is a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand എന്നാണ് പറയുന്നത്. അപ്പോൾ ചെക്ക് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക ബാങ്കിൽ മാറാവുന്നതും അതുപോലെ ഡിമാൻഡിനെ ബേസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതുമായ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ് ചെക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് ചെക്കിനെ പറ്റി സർവ്വസാധാരണമായിട്ടറിയാം. പ്രോമിസറി നോട്ടിനെക്കാട്ടിലും ബില്ലിനെക്കാട്ടിലും നമുക്കറിയാവുന്നത് ചെക്കാണ്. കാര്യം നമ്മൾ പലരും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്ത് പേയ്മെൻറ്റ് വിഡ്രോവൽ നടത്തുന്നു. ഇപ്പോൾ അധികവും ATM ഒക്കെ വന്നുകൊണ്ട് അങ്ങനെ ആയിരാം, എന്നാലും ചെക്ക് ബുക്ക് ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് അറിയേണ്ടത് ചെക്കുകൾ, പലതരം ചെക്കുകളുണ്ട്. ചെക്കുകൾ ഏതാണ്ട് 10-12 സൈസ് ചെക്കുകളുണ്ട്. നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സ്. കാര്യം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബെയറർ ചെക്ക് എന്താണ് നമുക്ക് നോക്കാം. ബെയറർ എന്നുള്ള പദം അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ബെയറർ, BARER. ബെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഹിച്ചുകൊണ്ട് വരുന്ന, വാഹകൻ എന്നാണ്, അതായത് കൊണ്ടുവരുന്ന. അപ്പോൾ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാലോ, ദ പേഴ്സൺ ബെയറിങ് ഓർ ക്യാരിയിങ് ദ ചെക്ക്. ഒരു ചെക്കും കൊണ്ടുവരുന്നയാൾ. അപ്പോൾ ചെക്കും കൊണ്ടുവരുന്നയാൾക്ക് പണം കൊടുക്കാം. അതാണ് ബെയറർ ചെക്കിൻ്റെ ഒരു പ്രത്യേകത. ആ ചെക്കിൽ തന്നെ പറയുന്നുണ്ട്, എന്താ പറയുക, പേ ഇന്നയാളുടെ പേരെഴുതാം, ഓർ ഓർഡർ, ഓർ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ പേരെഴുതി സെൽഫായിട്ട് പണം കൈമാറാം, അല്ലെങ്കിൽ അതിലൊരാളുടെ പേര് പറയാം, ആ പേര് പറഞ്ഞിരിക്കുന്നയാൾക്ക് പണം കൊടുക്കണം എന്നുള്ള ഒരു ഓർഡറാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇവിടെ അത് തന്നെയാണ്, കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ഒരു അൺകണ്ടീഷണൽ ഓർഡർ. അതുകൊണ്ടാണ് ചെക്കിനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ ഇത് ബാങ്കർക്കുള്ള ഒരു നിർദ്ദേശമാണ്. ഈ ചെക്കിൽ നമ്മൾ എത്ര പാർട്ടീസുണ്ട്? 3 പേരാണ് ഇവിടെയുള്ളത്. ബില്ല് പോലെ ഇവിടെ ഡ്രോയർ, ഡ്രോയി, പേയി, 3 പേരാണ്. ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഹോൾഡർ ഓഫ് ദ ചെക്ക് ഈസ് നോൺ ആസ് ഡ്രോയർ. മറ്റേ ബില്ല് എഴുതുന്ന ആളായിരുന്നു ഡ്രോയർ. ഇവിടെ അക്കൗണ്ട് ഹോൾഡറാണ്, അക്കൗണ്ട് ഉള്ള ആളാണ് ഇവിടുത്തെ ഡ്രോയർ, ചെക്ക് എഴുതുന്നയാൾ. ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാങ്ക് ഓൺ വിച്ച് ദ ചെക്ക് ഈസ് ഡ്രോൺ. ഏത് ബാങ്കിൻ്റെ പേരിലാണോ ചെക്ക് എഴുതുന്നത്, അക്കൗണ്ടുള്ള ബാങ്ക്, അതാണ് ഡ്രോയി എന്ന് പറയുക. പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ റിസീവ് ദ എമൗണ്ട്, അത് ആരും ആകാം. ചിലപ്പോൾ ഈ ഡ്രോയർ തന്നെ ആകാം, സെൽഫായിട്ട് ചെക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന ആളാകാം, അല്ലെങ്കിൽ ബെയറാകാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 3 പാർട്ടീസാണ്. അപ്പോൾ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ചെക്ക് കൊണ്ട് വരുന്നയാൾ. ഇനി ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാലും അത് ഞാനിപ്പോൾ പറഞ്ഞു. ചെക്ക് ഇഷ്യൂഡ് ടു ദ പേഴ്സൺ വിച്ച് നെയിം ഈസ് മെൻഷൻഡ് ഓൺ ദ ചെക്ക്. ആ ചെക്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ആൾക്ക് വേണം പണം കൊടുക്കാൻ. ഇനിയും മറ്റൊരു ചെക്കുണ്ട്, ക്രോസ്ഡ് ചെക്ക്.
ക്രോസിങ്ങിനെ പറ്റി നമുക്ക് വേറൊരു ക്ലാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ, ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ആ ചെക്കിൽ ലെഫ്റ്റ് ടോപ്പിൽ ഇടതുവശത്ത് മൂലയ്ക്കായിട്ട് 2 പാരലൽ ലൈൻസ് കുറുകെ ഇങ്ങനെ വരയ്ക്കുക. അതിനാണ് ക്രോസിംഗ് എന്ന് പറയുക. ആ ക്രോസിങ്ങിൽ ആ ഉള്ളിൽ അക്കൗണ്ട് പേ എന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ സേഫാണ് ആ ചെക്ക്. എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഒരു അക്കൗണ്ടിൽ കൂടി മാത്രമേ മാറാൻ പറ്റൂ. അയാളുടെ അക്കൗണ്ടിൽ കൂടി മാത്രമേ മാറാൻ പറ്റൂ, അല്ലാതെ അക്കൗണ്ട് പേ ചെക്ക് മാറാൻ പറ്റത്തില്ല. അത്ര സേഫാണ്. അപ്പോൾ ഈ ചെക്ക് ഒരാൾക്ക് കയ്യിൽ നഷ്ടപ്പെട്ടു പോയി, അക്കൗണ്ട് പേ ചെക്കാണ്, നഷ്ടപ്പെട്ടു പോയാലൊന്നും പേടിക്കാനില്ല, പണം പോകത്തില്ല. കാരണം എന്താണ്, അത് കിട്ടുന്ന ആൾക്ക് യാതൊരു പ്രയോജനമില്ല. അത് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് കൊണ്ടുചെല്ലുന്ന ആൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ടിൽ കൂടി മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ. അതാണ് അക്കൗണ്ട് പേ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ക്രോസ്ഡ് അല്ലാത്ത ചെക്കുകൾ എന്താണ്, ഓപ്പൺ ചെക്ക് എന്നാണ് പറയുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് അൺക്രോസ്ഡ് ചെക്കാണ്. അപ്പോൾ അൺക്രോസ്ഡ് ചെക്ക് എൻകാഷ്ഡ് അറ്റ് എനി ബാങ്ക്, അത് എവിടെ വേണേൽ മാറാം, ക്രോസ് ചെയ്യാത്ത ചെക്ക്. മറ്റേത് ആ പർട്ടിക്കുലർ ബാങ്കിലേ മാറാൻ പറ്റത്തുള്ളൂ. ഇനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ആൻറ്റി ഡേറ്റഡ് ചെക്ക്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ലേറ്റർ ഡേറ്റ് അതിൽ കാണിച്ചിരിക്കും. അതായത് നമ്മൾ വരാൻ പോകുന്ന ഒരു ദിവസം അതിൽ കാണിച്ചിട്ടുണ്ടാവും. അതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആ ചെക്ക് പാസ്സാക്കത്തില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു ചെക്ക് കൊണ്ട് കൊടുത്തു, മറ്റന്നാളത്തെ ഡേറ്റ് വെച്ച്, അത് പക്ഷേ മറ്റന്നാൾ ആ ഡേറ്റിൽ മാത്രമേ ചെക്ക് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞു പോയൊരു ചെക്കാണെങ്കിലും ആൻറ്റി ഡേറ്റഡ് ചെക്കാണേലും അത് പാസ്സാക്കാം. കാര്യം ഒരു ചെക്കിൻ്റെ വാലിഡിറ്റി ടൈം എന്ന് പറയുന്നത് 3 മാസമാണ്, 3 മന്ത്സാണ്. ആ 3 മാസത്തിനുള്ളിൽ, ആ ചെക്ക് എഴുതി അന്ന് മുതൽ 3 മാസത്തിനുള്ളിൽ അത് മാറാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ്. ഇനി സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ചെക്കെന്നാണ്. എ ചെക്ക് പാസ്റ്റ് ഇറ്റ്സ് വാലിഡിറ്റി, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, അതാണ്. അത് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 3 മന്ത്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ബീയിങ് ഇഷ്യൂഡ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 3 മാസക്കാലമാണ് അതിൻ്റെ വാലിഡിറ്റി. അതാണ്. ആ 3 മാസക്കാലം കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആവും. അപ്പോൾ അത് സ്റ്റെയിൽ ചെക്കാവും. മനസ്സിലായല്ലോ? അടുത്ത ട്രാവലേഴ്സ് ചെക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇഷ്യൂഡ് ബൈ വൺ ബാങ്ക് ആൻഡ് ക്യാൻ ബി ക്യാഷ്ഡ് ഇൻ ദ ഫോം ഓഫ് കറൻസി അറ്റ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഇൻ അനദർ കൺട്രി. ഈ ഒരു രാജ്യത്തുനിന്ന് എഴുതിയൊരു ചെക്ക് അത് മറ്റൊരു രാജ്യത്തെ ഒരു ബാങ്കിൽ, ഏത് ബാങ്കിലും വേണമെങ്കിൽ അത് ക്യാഷാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് യാത്രാവേളകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാവലേഴ്സ് ചെക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വാലിഡിറ്റി ഇല്ല. 3 മന്ത്സ് വാലിഡിറ്റി എന്നുള്ള ആ ലിമിറ്റ് ഇതിനില്ല. അപ്പോൾ ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ്, സാധാരണ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് ട്രാവലേഴ്സ് ചെക്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ വാലിഡിറ്റി ഓഫ് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടൈം ലിമിറ്റ് ഫോർ ട്രാവലേഴ്സ് ചെക്ക്. അമേരിക്കൻ എക്സ്പ്രസ് വാസ് ദ ഫസ്റ്റ് കമ്പനി ടു ഡെവലപ്പ് എ ലാർജ് സ്കെയിൽ ട്രാവലേഴ്സ് ചെക്ക് സിസ്റ്റം ഇൻ 1891. അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് 1891 ആദ്യമായിട്ട് ഈ ട്രാവലേഴ്സ് ചെക്കുകൾ ഡെവലപ്പ് ചെയ്തത്. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് അപഹരിക്കപ്പെട്ട് കഴിഞ്ഞാലോ ഇത് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. ഇനിയും മറ്റൊന്നുള്ള സെൽഫ് ചെക്ക്. സെൽഫ് ചെക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു. അതായത് സെൽഫ് റിട്ടേൺ ആയിട്ട് എഴുതുകയാണ്. അതിനകത്ത് സ്വന്തമായിട്ട് പണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ സെൽഫ്, പേ ടു സെൽഫ് എന്ന് എഴുതി
കൊണ്ടത് ബാങ്കിൽ കൊടുത്ത് നമ്മൾ തന്നെ അതിൻ്റെ പുറകിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പണം എടുക്കാൻ സാധിക്കും. ആ ഇഷ്യൂവും ബാങ്കിന് കൊടുത്താൽ മതി. അതാണ് സെൽഫ് ചെക്ക്. പിന്നെ ബാങ്കേഴ്സ് ചെക്ക് ഉണ്ട്. ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ശരിക്കും ബാങ്കേഴ്സ് ചെക്കിൻ്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1976 SBI ആണ് ഇതിൻ്റെ കൺസെപ്റ്റ് ഉള്ളത്. ബാങ്കേഴ്സ് ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് ഡ്രോൺ ബൈ എ ബാങ്കർ അപ്പോൺ ഹിംസെൽഫ്. അതായത് ഒരു ബാങ്ക് അത് ഇഷ്യൂ ചെയ്തിട്ട് അതിന് അക്കൗണ്ട് ഹോൾഡർക്ക്, അതിൻ്റെ ആ ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡർക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് അത് മറ്റൊരാളുടെ പേരിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആളുടെ ആ കസ്റ്റമറുടെ അക്കൗണ്ട് ഹോൾഡറുടെ നിർദ്ദേശാനുസരണം മറ്റൊരാൾക്ക് ആളുടെ പേരിൽ ഇഷ്യൂ ചെയ്യുന്നു. എന്നിട്ട് എത്ര രൂപയുടെ ചെക്കാണോ ആ തുക ഈ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, കുറവ് ചെയ്തിട്ടാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്. അപ്പോഴിങ്ങനെ വരുന്നതുകൊണ്ട് ഇത് ഡിസോണർ ആകുന്ന പ്രശ്നമില്ല, ഡിസോണർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണം എടുത്തു കഴിഞ്ഞു ബാങ്ക്, അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ 3 months എന്നുള്ളത് വേണമെങ്കിൽ റീവാലിഡേറ്റ് ചെയ്യാനും സാധിക്കും. 3 മാസം കഴിഞ്ഞാൽ അത് റീവാലിഡേറ്റ് ചെയ്യാം ഈ ബാങ്കേഴ്സ് ചെക്കുകൾ. അപ്പോൾ ബാങ്കേഴ്സ് ചെക്ക് കൂടുതൽ സേഫാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെ തന്നെയാണ് ബാങ്കേഴ്സ് ചെക്ക്, സെയിമാണ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെ തന്നെയാണ്. പക്ഷെ കൂടുതൽ അതിനെക്കാട്ടിലും DDയെക്കാട്ടിൽ കൂടുതൽ സേഫായിട്ട് വരും. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യുന്നത് ഇഷ്യൂയിങ് ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചുകളായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു സ്പെസിഫിക് ബാങ്കാണ്. അതാണ്. അപ്പോൾ ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മറ്റൊന്നുള്ളത് ഇലക്ട്രോണിക് ചെക്കാണ്. ഈ ചെക്ക് എന്ന് പറയും. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൻ 6A അതിന് ഒരു സബ് ഡിവിഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 6A ആണ് പറയുക. ചെക്ക് വിച്ച് കണ്ടെയ്ൻ എക്സാക്റ്റ് മിറർ ഇമേജ് ഓഫ് പേപ്പർ ചെക്ക്, അതാണ് ഇലക്ട്രോണിക് ചെക്ക്. ഇത് ശരിയായ പേപ്പർ ചെക്കിൻ്റെ മിറർ ഇമേജാണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ദി അക്കൗണ്ട് ഹോൾഡർ writes an e-check using a computer or any other electronic device and transmits check to the payee. അതാണ്. അപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ കമ്പ്യൂട്ടറോ അതുപോലുള്ള മറ്റ് ഇലക്ട്രോണിക് ഡിവൈസോ ഉപയോഗിച്ച് അതിൽ കൂടി ഒരു ചെക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, മറ്റൊരു ആൾക്ക് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കുകയാണ് കമ്പ്യൂട്ടർ വഴി. മനസ്സിലായില്ലേ? അപ്പോൾ ഇലക്ട്രോണിക്കായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ ചെക്ക് എന്ന് പറയുന്നത്. ഇത് പേപ്പർലെസ് ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇലക്ട്രോണിക് വേർഷനാണ് പേപ്പർ ചെക്കിൻ്റെ. ഇലക്ട്രോണിക് വേർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെക്കാണ്. ഇനി മറ്റൊന്നുള്ളത് ട്രങ്കേറ്റഡ് ചെക്കാണ്. ട്രങ്കേറ്റഡ് ചെക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സിസ്റ്റം വന്നത് 2010. അതായത് ഈ ചെക്കുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റം. വളരെ ഫാസ്റ്റായിട്ട് ചെക്കുകൾ ഇതിൻ്റെ ഇമേജ് വെച്ചുകൊണ്ട് അതിനകത്തൊരു ബാർകോഡുണ്ട് ആ ചെക്കിൽ, അത് വെച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ആ ഇമേജ് വെച്ച് ഇതിനെ മാറ്റാം, പണം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അയച്ച് ക്ലിയർ ചെയ്യേണ്ട ആ കാലതാമസം ഒഴിവാക്കി കിട്ടും. അതുപോലെ വളരെ സുരക്ഷിതവുമാണ്. ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ 6B ഈ ട്രങ്കേറ്റഡ് ചെക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദി കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ചെക്ക് ഇൻറ്റു എ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് ഫോം. എ ചെക്ക് ഈസ് ട്രങ്കേറ്റഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ക്ലിയറിംഗ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്. 2010 ആണ് ചെക്കുകൾ CTS ചെക്ക് എന്നാണ് പറയുന്നത്. CTS ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, അതാണ് CTS എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊന്നുള്ള റബ്ബർ ചെക്കാണ്. റബ്ബർ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ദാറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഓർ ഹോണേഡ് ബൈ ദ ബാങ്ക്. ഒരു ബാങ്കും ഓണർ ചെയ്യാത്ത, അംഗീകരിക്കാത്ത ചെക്കുകൾ റബ്ബർ ചെക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ മേക്കേഴ്സ് ഓഫ് അക്കൗണ്ട് ഹാസ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഓർ നോട്ട് സഫിഷ്യൻറ്റ് ഫണ്ട്. അതായത് അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് ഇഷ്യൂ ചെയ്യുക,
അത് നമുക്കറിയാം. അതിനെ ബൗൺസ്ഡ് ചെക്ക് എന്നൊക്കെ പറയാറുണ്ട്. പണമില്ലാതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെക്കുകൾ ഇഷ്യൂ ചെയ്യുക, അത് ഡിസോണറായി പോകും. ഇപ്പം സാധാരണ ഇങ്ങനെയുള്ള ചെക്കുകൾ ബാങ്ക് അംഗീകരിക്കുന്നില്ല, അത് റബ്ബർ ചെക്ക് എന്നാണ് ഇതിനെ വിളിക്കുക. ഇങ്ങനെ നിരവധി ചെക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അതെല്ലാം ഈ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ വരാം. അതുകൊണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്കിനകത്തുള്ള പാർട്ടീസ് ആരൊക്കെയാണ്, റോയൽ റോയി പേ എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ് ചെക്കുമായി ബന്ധപ്പെട്ട് വരുന്നത്, വിവിധ തരത്തിലുള്ള ചെക്കുകൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനിയും ചെക്കിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സിൽ കാണാം. അതായത് ചെക്കിൻ്റെ ക്രോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിവിധ തരം ക്രോസിങ്ങുകളെ പറ്റി ഒക്കെ നമുക്ക് ആ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.